മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സമാധാന സന്ദേശങ്ങളുള്ള ഒരു ജീവിത ചരിത്രമാണ്. മുത്തുനബിയുടെ ജീവിത ചരിത്രം നമുക്ക് വായിക്കാനാകുന്നത്. ഒരിക്കൽ പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരു ക്രിസ്ത്യാനി സംഘം നജറാനിൽ നിന്ന് കടന്നു വന്നത് ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഈ കടന്നു വന്ന ക്രിസ്ത്യാനി സംഘത്തിന് പ്രാർത്ഥിക്കുവാൻ അവരുടേതായ ഒരു ആരാധനാലയം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം പള്ളി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ഭാഗം അല്പസമയം സൗകര്യം ചെയ്തു കൊടുത്തതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് വായിക്കാനാകുന്നതെങ്കിൽ, മാനവരക്ഷാ സമ്മേളനത്തിന് ഈ പ്രൗഢമായ സദസ്സ് ഇൻഷാ അല്ലാഹ് അല്പസമയം ഈ നഗരി പ്രൗഢമായ സദസ്സിനെ കൊണ്ട് ധന്യമാവാൻ പോവുകയാണ്. സഹോദരങ്ങളെ, വലിയ ഒരു ദൗത്യമാണ് മുസ്ലിം ജമാഅത്ത് നിർവഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇസ്ലാം എങ്ങനെയാണ് പുതിയ കാലത്ത് തെറ്റിദ്ധരിക്കപ്പെടുന്നത്? മുസ്ലിമിന് മുസ്ലിമാന്റെ ആദർശമുണ്ട്. ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം എന്നുള്ളതാണ്. ആ മതം ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ, ആ വഴിയിലായി മരിച്ചാലേ തൻ്റെ പരലോകം വിജയിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഈ വിശ്വാസം ഒരു മുസ്ലിം കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കലും അവൻ ഉൾക്കൊള്ളുന്ന ആദർശം ഫലമായി മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ലോകത്തെ ഇസ്ലാം വളർന്നത് ബലാത്കാരങ്ങളിലൂടെയല്ല, ഭീഷണിപ്പെടുത്തിയും ഫലം പ്രയോഗിച്ചുമല്ല, മർദ്ദന മുറകൾ സ്വീകരിച്ച് ഇസ്ലാം വളർന്നിട്ടില്ല. അതേസമയം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകുന്ന സഹോദരങ്ങളുണ്ട്. ഇസ്ലാം ഭീകരതയുടെ മതമാണ്, തീവ്രവാദത്തിൻ്റെ മതമാണ് എന്ന് പറയുന്നവർ ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഇസ്ലാമിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്നുള്ളത്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന മറ്റ് മത സഹോദരങ്ങൾ, ഈ മാനവരക്ഷാ സമ്മേളനം ശ്രദ്ധിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്ലാമിലെ യുദ്ധം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലെ ജിഹാദ് എന്നുള്ള പദപ്രയോഗം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രയോഗമായി പോയി. ആർക്കാണ് ഇസ്ലാമിൽ മുജാഹിദ് എന്ന് പറയുന്നത്, യോദ്ധാവ് എന്ന് പറയുന്നത്? കയ്യിൽ കുറുവടിയും കടാരയും കത്തിയുമായി ആളുകളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്നവനാണോ ഇസ്ലാമിലെ യോദ്ധാവ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനത്തിലുള്ളത് അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു എന്നാണ്. സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുന്നവനാണ് മുജാഹിദ്. ആരാണ് യുദ്ധം ചെയ്യുന്നത്? നാം നമ്മുടെ ശരീരത്തോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇസ്ലാം പറയുന്ന ജിഹാദ് ശാരീരിക ഇച്ഛകളോടുള്ള പടവെട്ടലാണ്, പൈശാചികതയോടുള്ള സമരമാണ്. ഈ സമരം ഭൗതിക ലോകം ചെയ്യേണ്ടവനാണ് വിശ്വാസി. അവനാണ് സത്യത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന
ഹദീസുകളിൽ പറയുന്ന ജിഹാദ് നടത്തുന്നവൻ. അതല്ലാതെ ജിഹാദ് എന്നാൽ അമേരിക്ക ഇന്ന് ചെയ്യുന്നത് പോലെ, ഇസ്രയേൽ ഇന്ന് ചെയ്യുന്നത് പോലെ, ലോകത്തെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ മേലിൽ കാണിക്കുന്ന അതിക്രമങ്ങളെയല്ല ഇസ്ലാമിക ഭാഷയിലുള്ള ജിഹാദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 52-ാം വചനം, ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഖുർആൻ പറയുന്നത് നോക്കൂ, എന്നെ കേൾക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന സത്യനിഷേധികളോട് ഖുർആനുകൊണ്ട് ജിഹാദ് ചെയ്യണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സഹോദരങ്ങളെ ഖുർആനുകൊണ്ട് ജിഹാദ് ചെയ്യുക? വലിയ ഒരു ഖുർആൻ എടുത്തുകൊണ്ടുപോയി മുസ്ലിമല്ലാത്ത ഒരാളുടെ തലക്കു മുകളിലിട്ട് അവനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക എന്നതല്ലല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനവിക സന്ദേശങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സമാധാന സന്ദേശങ്ങൾ, അത് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് ജനങ്ങളോട് ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ പിന്നെ എന്തിനാണ് യുദ്ധങ്ങൾ ഉണ്ടായത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇസ്ലാമിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ യുദ്ധത്തെ നമ്മൾ ഒരിക്കലും ആളുകളെ നശിപ്പിക്കുന്ന ഒരു സംഹാര താണ്ഡവമായിരുന്നു ഇസ്ലാമിലെ യുദ്ധങ്ങളെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഹിജറയ്ക്ക് ശേഷം 7 വർഷത്തിൻ്റെ ഇടയിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 27 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധം 60 എണ്ണം ഇസ്ലാമിക ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 60ഉം 27ഉം 87 ചെറുത്തുനിൽപ്പുകൾ, അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം അവയെ യുദ്ധങ്ങൾ എന്ന് വിളിക്കാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 87 യുദ്ധങ്ങൾ ഉണ്ടായിട്ട് മൊത്തത്തിൽ കൊല്ലപ്പെട്ടു പോയവർ എത്ര പേരാണെന്നും ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ടല്ലോ. 1018 പേര് മാത്രമാണ്. 259 അമുസ്ലിമീങ്ങൾ, മുസ്ലിമീങ്ങൾ, 759 മുസ്ലിമീങ്ങളല്ലാത്ത കക്ഷികളും. ഈ മാനവരക്ഷാ കാമ്പയിൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളുടെ മാനവരക്ഷാ സമ്മേളനത്തിലുള്ള പ്രഭാഷണം കാതോർക്കുന്നതിന് വേണ്ടി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാതി മതവ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ മാനവികതയുടെ പക്ഷം ചേർന്നു നിൽക്കുന്ന മനുഷ്യത്വമുള്ള ആളുകളൊക്കെ ഈ നഗരി ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒരു എണ്ണം മാത്രം മതി നമുക്ക് ഇസ്ലാം ആളെ കൊല്ലാൻ ഉണ്ടാക്കിയ യുദ്ധങ്ങളായിരുന്നില്ല. ഇസ്ലാം ആളുകളെ നശിപ്പിക്കുക എന്നത് ഈ ചെറുത്തുനിൽപ്പുകളുടെ ഇസ്ലാം ഒരിക്കലും ലക്ഷ്യമാക്കിയിരുന്നില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ അനവധി യുദ്ധങ്ങളുടെ ഭാഗങ്ങൾ നമുക്ക് വായിക്കാനാകും. നമ്മുടെ ഭാരതത്തിൽ അശോക ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കലിംഗ യുദ്ധം ചരിത്രം പറയുന്നുണ്ട്. ആ കലിംഗ യുദ്ധത്തിൽ 100,000 കലിംഗക്കാര് കൊല്ലപ്പെട്ടു.
1,50,000 പേരെ ബന്ദികളാക്കി. 1,50,000 പേര് ഭടന്മാര് കൊല്ലപ്പെട്ടു. എന്നാൽ അവസാനം യുദ്ധം കഴിയുമ്പോൾ അശോക ചക്രവർത്തിക്ക് കീഴ്പ്പെടാൻ കലിംഗയിൽ ഒരുത്തനും ഉണ്ടായിരുന്നില്ല എന്നതാണ് ചരിത്രം. അതേപോലെ 1945 ഓഗസ്റ്റ് 9 അന്നാണ് അമേരിക്ക നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിപ്പിച്ചത്. ജപ്പാൻ കീഴടങ്ങിയ ശേഷമായിരുന്നു അമേരിക്കയുടെ കിരാതമായ ആക്രമണമുണ്ടായത്. 39,000 പേരാണ് തൽക്ഷണം അവിടെ പിടഞ്ഞു വീണ് മരിച്ചുപോയത്. 25,000-ത്തിലധികം ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അതേ വർഷം ഓഗസ്റ്റ് 6 രാവിലെ 8:15 സമയം ജനസാന്ദ്രവും വ്യവസായ കേന്ദ്രവുമായ ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബിട്ടു. എത്രയാണ് സഹോദരങ്ങളെ മരിച്ചത്? 71,000 പേരാണ്. നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് അറിയാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 64 ലക്ഷം പേര് മരണപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 35 ദശലക്ഷത്തിന്റെയും 60 ദശലക്ഷത്തിന്റെയും ഇടയിൽ ആളുകൾ എന്നാണ് ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇതെല്ലാം ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ കൂടെ താരതമ്യം ചെയ്യുമ്പോൾ എവിടെയാണ് ഇസ്ലാമിൽ യുദ്ധങ്ങളിലൂടെ ആളെ കൊല ചെയ്തിട്ടുള്ളത്? എന്നാൽ ഇസ്ലാം എന്തിനാണ് ആയുധം എടുത്തത്? ഒരു നിർണായക ഘട്ടത്തിലായി. അതും വിശ്വസിക്കാത്ത ആളുകളെ ബലമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആയിരുന്നില്ല. ഒരു മുസ്ലിം സഹോദരനും തെറ്റിദ്ധരിക്കരുത്. കാരണം അങ്ങനെ ഒരു നയം, ഒരാശയം ഈ മതത്തിന്റെ സ്ഥാപകനായ അള്ളാഹുവിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുമായിരുന്നു: ലാ ഇക്റാഹ ഫീ, മതത്തിൽ ഒരു തരത്തിലുമുള്ള നിർബന്ധിപ്പിക്കലില്ല. ഞാൻ ഉൾക്കൊള്ളുന്ന ആദർശം അത് പറയാനും പ്രചരിപ്പിക്കുവാനും ഈ രാജ്യത്തെ ഭരണഘടന എനിക്ക് അവസരം നൽകുന്നുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതേസമയം ഞാൻ ഉൾക്കൊള്ളുന്ന വിശ്വാസവും ആദർശവും അത് മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുവാൻ എൻ്റെ മതമായ ഇസ്ലാം എന്നോട് ഒരിക്കൽ പോലും കൽപ്പിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇസ്ലാം എങ്ങനെയാണ് ഇന്ന് പ്രതിക്കൂട്ടിലാകുന്നത്? ഈ ഇസ്ലാം എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്? അവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. തീവ്രവാദികൾക്ക് മതം ഇല്ല എന്ന് നമ്മൾ പഠിക്കണം. ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും മതമില്ല. അവരുടെ നിലനിൽപ്പിനു വേണ്ടി തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഉപയോഗിക്കുകയാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ ഇന്ന് ലോകത്ത് പല തീവ്രവാദി പ്രസ്ഥാനങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ. IS പോലെയുള്ള സംഘടനകൾ, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യം ഇന്ന് നിലവിലുണ്ടോ? അത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മതത്തിനെന്തു ലാഭം? ആരാണ് അവരോട് ഈ വക പ്രവർത്തനങ്ങളെ, ആരാണ് അവർക്കിതിന് പ്രചോദനം നൽകുന്നത്? അവിടെയാണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത് സാമ്രാജ്യത്വ ശക്തികളുടെ കറുത്ത കൈകളാണ് എന്ന് എല്ലാ മതവിശ്വാസികളും തിരിച്ചറിയണം. IS ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ
അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ് IS ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികൾക്ക് എങ്ങനെ ആയുധം കിട്ടുന്നു എന്നതിനെക്കുറിച്ച് നാം അന്വേഷിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഭീകരതയ്ക്കെതിരെയാണ്, തീവ്രവാദത്തിനെതിരെയാണെന്ന് പറഞ്ഞ് ചില രാജ്യങ്ങളിൽ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ ഇരട്ടത്താപ്പ് നയം നമുക്ക് പൊളിച്ചെഴുതാൻ സാധിക്കും. വർത്തമാനകാല സാഹചര്യത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളെ വിചാരണ ചെയ്ത് രംഗത്തു വരാനുള്ള കാരണവും സാഹചര്യവും അവിടെയാണ് ഈ സമ്മേളനത്തിന്റെ പ്രസക്തി. ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് ഏണിയും കോണിയും വെച്ചു കൊടുക്കുന്ന രീതിയിൽ, എന്തിനേറെ പറയണം, മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നമ്മുടെ നാട് കേരളം. ഇന്ത്യയിൽ കേരളം എന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാംസ്കാരിക മുന്നേറ്റങ്ങളിലാണെങ്കിലും കേരളം അതിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കുന്നു. എന്നാൽ ഈ കേരള സംസ്ഥാനത്ത് നിന്ന് പോലും നാം കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ എത്ര വേദനാജനകമാണ്. ഇവിടെയാണ് കേരള മുസ്ലിം ജമാഅത്ത് ചില അപ്രിയ സത്യങ്ങൾ പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്നത്. സഹോദരങ്ങളെ, ഈ അടുത്ത് കുറച്ച് ആളുകളെ നമ്മുടെ കേരളത്തിൽ നിന്ന് കാണാതായി. അവര് സ്വർഗരാജ്യം തേടി മറ്റ് ചില രാഷ്ട്രങ്ങളിലേക്ക് പോയി എന്ന് ആരൊക്കെയോ പറയുന്നു. ഈ കാണാതായി പോയവരിൽ ഇപ്പോൾ ഈ മാനവരക്ഷാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് പോലും ചെറുപ്പക്കാർ അപ്രത്യക്ഷമായി. കണ്ണൂരിലെയും കാസർകോട്ടെയും യുവതി യുവാക്കൾ, 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 21 പേരെ കാണാതായി. ഈ അടുത്ത കാലത്താണ് കനകമലയിൽ നിന്ന്, കണ്ണൂര് കനകമലയിൽ നിന്ന് പോലീസുകാര് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു. എല്ലാം നമ്മൾ കൂട്ടി വായിക്കുക. കാണാതായവരെയും മലകളിൽ നിന്നും കാടുകളിൽ നിന്നും കുന്നുകളിൽ നിന്നും പിടിക്കപ്പെടുകയും ചെയ്യുന്നവർ ആരായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അവരെല്ലാവരും സലഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടെയാണ് കേരള മുസ്ലിം ജമാഅത്ത് ഒരു അപ്രിയ സത്യം ജനങ്ങളുമായി പങ്കുവെക്കുന്നത്. സലഫി പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമായിട്ടാണ് ഇന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്നതും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചിലർ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റപ്പെടുത്തണമെന്നാണ് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ കഥയില്ലാത്ത നേതാവിന്റെ കമാൻഡ്. നിങ്ങൾ ആലോചിക്കണം, ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് അവറുകൾ ലോകതലത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസ്ഥാനമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെയും എല്ലാ ജില്ലകളിലും വ്യക്തമായ ഇടമില്ലാത്ത, ആധിപത്യമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ആഗോള മുസ്ലിം നേതാവിനെ ഒറ്റപ്പെടുത്താൻ പറയുന്നത് 2016 നവംബറിലെ ഒരു തമാശയായിട്ടാണ് മുസ്ലിം ജമാഅത്തിന് തോന്നുന്നത്. സഹോദരങ്ങളെ, AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? അദ്ദേഹം ശരീഅത്തിനെതിരെ വിഷയങ്ങൾ വരുമ്പോൾ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്നില്ല, വേറിട്ട് നിൽക്കുകയാണ് എന്നതാണ് ചിലരുടെ പരാതി. ഞാൻ ചോദിക്കട്ടെ, ശരീഅത്തിനെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ ഇന്ത്യയിൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് വലിയ ബഹളങ്ങൾ നടക്കുകയാണ്.
എന്തിനാണ് ഏക സിവിൽ കോഡ് പൊടി തട്ടിയെടുക്കുന്നത്? ആസന്നമായ ചില തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏക സിവിൽ കോഡ് എന്ന ഒരു മറ പിടിച്ച് ഇവിടെ വർഗീയത കളിക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഏക സിവിൽ കോഡിനെ മറയാക്കി അധികാരം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം, അതാണ് അത്തരം ആളുകളുടെ ശരീഅത്ത് സംരക്ഷണമെന്ന് ഞങ്ങൾ സംശയിച്ചാൽ അതൊരു തെറ്റാണോ? ഞങ്ങൾ അങ്ങനെ സംശയിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ശരീഅത്ത് സംരക്ഷണ സമിതിയിലുള്ള ഒരു മുസ്ലിം പ്രസ്ഥാനം സലഫി പ്രസ്ഥാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സലഫി പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് എന്നാണ് AP ഉസ്താദിനെ ഒറ്റപ്പെടുത്താൻ പറയുന്ന സംഘടനയുടെ നേതാക്കളൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത്. നിങ്ങൾ ഏതു സലഫിസമാണ് നവോത്ഥാന പ്രസ്ഥാനമായിട്ട് പറയുന്നത്? 1111 സൗദി അറേബ്യയിലെ റിയാദിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി രൂപം കൊടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം. അതിൻ്റെ വിഷലിപ്തമായ ആശയങ്ങൾ 1920-കൾക്കു ശേഷം നമ്മുടെ കേരള സംസ്ഥാനത്തിലും പതുക്കെ പതുക്കെ എത്തിത്തുടങ്ങി. അക്കാലഘട്ടത്തിലുള്ള സാദാത്തുക്കളും ഉലമാക്കളും, മഹാനരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, തെന്നിന്ത്യൻ മുഫ്തി മൗലാന ശിഹാബുദ്ദീൻ അബു സഅദാത്ത് അഹമ്മദ് കോയ മുസ്ലിയാർ ശാലിയം, അള്ളാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള സാദാത്തുക്കൾ ഉലമാക്കൾ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചുകൊണ്ട് അന്നേ കേരളത്തിലെ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, സലഫി പ്രസ്ഥാനവും മൗദൂദി പ്രസ്ഥാനവും അപകടകരമായ പ്രസ്ഥാനങ്ങളാണ്, മുസ്ലിമീങ്ങൾ അവരുമായി സഹകരിച്ചു പ്രവർത്തിക്കരുത്, മാറി നിൽക്കണം. ഇന്ന് അവരുടെ ആത്മാക്കൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു സമയമാണ്. കാരണം സലഫികളുടെ ഭീകരത എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ അവരവരുടെ ഭീകരമുഖം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വളരെ വ്യക്തമായ തെളിവാണ് ഒരു സലഫി പ്രഭാഷകൻ ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ മുഖത്തു നോക്കി ചിരിക്കുക പോലും ചെയ്യരുത് എന്ന് പ്രസംഗിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നിയമപാലകർ കേസെടുക്കുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. AP അബൂബക്കർ മുസ്ലിയാരെ ഉപദേശിക്കാൻ വരുന്ന ആളുകളോട് ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കട്ടെ, ഒരു ഭാഗത്ത് നിങ്ങൾ സ്റ്റേജിൽ ഞങ്ങൾ തീവ്രവാദത്തിനെതിരാണെന്ന് പറയുന്നു, ഞങ്ങൾ ഭീകരതയ്ക്കെതിരെയാണെന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ സലഫി പ്രസ്ഥാനത്തിന് ആദർശ സംരക്ഷണവും കൊടുക്കുന്ന നിങ്ങളുടെ ഇരട്ടമുഖം കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സഹോദരങ്ങളെ, സലഫിസം ഒരു നവോത്ഥാന പ്രസ്ഥാനം അല്ല. അതിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാനാകും. സലഫി ഭീകരത തുടങ്ങുന്നത് ഉയൈനയിൽ സയ്യിദ് ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ തകർത്തുകൊണ്ടായിരുന്നു. ആരാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. അവരുടെ മഖ്ബറ തകർത്താണ് സലഫികൾ ശ്മശാന വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അവിടെ മാത്രം അവരുടെ ക്രൂരത അവസാനിക്കുന്നില്ല. AP അബൂബക്കർ മുസ്ലിയാരെ ഉപദേശിക്കാനും സലഫികൾ നല്ലവരാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുടെ മുമ്പാകെ ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടേത് വലിയ തമാശയാണ്, വലിയ തമാശ. സലഫി പ്രസ്ഥാനത്തെ വെള്ളപൂശി നടന്നാൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അത് മാറ്റി പറയേണ്ടി വരും. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്.
IS സലഫിസം ഫാസിസം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മുമ്പേ ഒരു ക്യാമ്പയിനുമായി ഇറങ്ങിയവരുണ്ടായിരുന്നു. അവരേത് മാളത്തിലാണ് പോയി ഒളിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ആരാണ് നിങ്ങൾക്ക് വിലങ്ങിട്ടത്? സലഫി ആശയത്തെക്കുറിച്ച് മിണ്ടരുത് എന്ന് നിങ്ങളോട് പറഞ്ഞതാരാണ്? അവിടെയാണ് കേരള മുസ്ലിം ജമാഅത്തിനോടോ ഈ സുന്നി കുടുംബത്തോടോ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനും നിങ്ങൾ സലഫിസത്തെ വിമർശിക്കരുത് എന്ന് ഞങ്ങളോട് പറയില്ല. അതിനു തന്നെയാണ് മഹാനരായ താജുൽ ഉലമ 1989 പ്രിയപ്പെട്ടവരെ ഈ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് അന്ന് കഷ്ടപ്പെട്ടതും. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഹിജറ 1212 അന്ന് സലഫികൾ മക്ക ആക്രമിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഇന്നും ഭീകരവാദികൾ മക്കയുടെ നേരെ മിസൈലുകൾ തൊടുത്തുവിടുന്ന സാഹചര്യമുണ്ട്. സലഫിസം നവോത്ഥാനമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഞാനൊരു പുസ്തകം പറയാം. പുസ്തകം കേരള മുസ്ലിം ജമാഅത്ത് പുറത്തിറക്കിയതല്ല, സമസ്ത ഇസ്ലാമിക് സെന്റർ പുറത്തിറക്കിയതല്ല, സുന്നി പ്രാസ്ഥാനിക കുടുംബത്തിലെ ഞങ്ങളുടെ പ്രസ്ഥാന നേതാവ് പുറത്തിറക്കിയതല്ല. പുസ്തകം എഴുതിയിരിക്കുന്നത് 1900 പോളണ്ടിലെ ലോവിൽ ജനിച്ചിട്ടുള്ള ഒരു ജൂത കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ലിയോപോൾഡ് വെയ്സ് എന്ന് പറയുന്ന ഒരു ജൂതൻ. അദ്ദേഹം 1926 ബർലിനിൽ വെച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് AP അബൂബക്കർ മുസ്ലിയാർ ഉപദേശിക്കാൻ വരുന്ന ആ സംഘടനയുടെ ആളുകൾ വായിക്കണം, മുഹമ്മദ് അസദ്. ആ മുഹമ്മദ് അസദിന്റെ റോഡ് ടു മക്ക എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിക്കൂ. IPH അത് വിവർത്തനം ചെയ്ത് MN കാരശ്ശേരി വിവർത്തനം ചെയ്ത പുസ്തകമുണ്ടല്ലോ. ആ പുസ്തകത്തിൽ പോലും പറയുന്നത് സലഫികളുടെ ഭീകരാക്രമണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1992 ഫെബ്രുവരിയിലാണ് മുഹമ്മദ് അസദ് സ്പെയിനിൽ മരണപ്പെട്ടു പോയത്. എന്താണ് മക്ക ആക്രമിച്ചിട്ട് സലഫികൾ കാണിച്ചത്? 2000-ലധികം ആളുകളെ കൊന്നു. 1215 അവര് വീണ്ടും മക്ക ആക്രമിച്ചു, ത്വായിഫ് ആക്രമിച്ചു, കുട്ടികളെ കൊന്നു, സ്ത്രീകളെ കൊന്നു, വൃദ്ധന്മാരെ കൊന്നു. മുസ്ലിങ്ങളെയാണ് ഈ സലഫികൾ കൊന്നത്. സഹോദരങ്ങളെ, തായിഫിന്റെ പാതയോരങ്ങൾ, തെരുവോരങ്ങൾ ശവങ്ങളെ കൊണ്ട്, മയ്യത്തുകളെ കൊണ്ട് കൊന്നുകൂടി. എന്തുകൊണ്ട് മുസ്ലിം ജമാഅത്ത് മാനവരക്ഷാ സമ്മേളനം മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളെ വിചാരണ ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുന്നവർ ആലോചിക്കുക. നിങ്ങൾ ആലോചിക്ക്, ആ മയ്യത്തുകൾ 10 ദിവസം സംസ്കരിക്കപ്പെടാതെ തെരുവിൽ കിടന്നു. മൃതദേഹങ്ങളുടെ മുകളിലൂടെ സഹോദരങ്ങളെ, മൃഗങ്ങളെ ഓടിപ്പിച്ചു സലഫികൾ. നിങ്ങൾ ആലോചിക്കണം, 10 ദിവസത്തിന് ശേഷമാണ് ആ മയ്യത്തുകൾ ത്വായിഫിൽ സംസ്കരിച്ചത്. ശവപ്പറമ്പായ ത്വായിഫിൽ നിന്ന് അവസാനം ബാക്കി കിട്ടിയത് എന്തെന്നറിയോ? 3 കോപ്പി ഖുർആനും 1 കോപ്പി സ്വഹീഹുൽ ബുഖാരിയും. ഈ സലഫി പ്രസ്ഥാനത്തെ നവോത്ഥാനത്തിന്റെ മൂടി അണിയിച്ച് AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങൾ ചരിത്രം വായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ അവരെ കൂട്ടിയുള്ള ശരീഅത്ത് സംരക്ഷണത്തിൽ പങ്കെടുക്കാത്തതല്ലേ AP അബൂബക്കർ മുസ്ലിയാരുടെ കുറ്റം? ഇനി ഞാൻ ചോദിക്കട്ടെ, തീർന്നില്ല. സൈനി ദഹ്ലാന്റെ ഖുലാസത്തുൽ കലാം വായിക്ക്, ഫിത്നത്തുൽ വഹാബിയ എന്ന ഭാഗം വായിക്ക്. മസ്ജിദുകളിലെ സലഫി ക്രൂരത മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. പള്ളികളിലുള്ള റുകൂഇൽ കഴിയുന്ന, സുജൂദിൽ കിടക്കുന്ന, പടച്ച റബ്ബിന്റെ മുന്നിൽ നെറ്റിത്തടം വെച്ച് സുജൂദിലായി കിടക്കുന്ന വിശ്വാസികളായ മുസ്ലിം സഹോദരങ്ങളെ അരും കൊല ചെയ്തത് ആരാണ്? സഹോദരങ്ങളെ, ആരായിരുന്നു? അവരാരായിരുന്നു? ചരിത്രം പറയുന്നത് സലഫികളാണ് എന്നതാണോ? ഹിജ്റ വർഷം 1217 അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളുടെ മഖ്ബറ സലഫികൾ തകർത്തെറിഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെയാണോ മുസ്ലിമീങ്ങൾക്ക് ശരീഅത്തുപരമായി ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ കൂട്ടിയിട്ട് പ്രതിഷേധിക്കാൻ വരുന്നത്
കേരള മുസ്ലിം ജമാഅത്തിന് അതിന് ഒട്ടും താല്പര്യമില്ല. ഇനി ഇവർ കൂട്ടിയ മറ്റൊരു മുസ്ലിം സംഘടന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന. എന്നു മുതലാണ് AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി സ്വീകാര്യമായത്? 1940-കൾക്ക് ശേഷം ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നു. ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചതാരാണ്? അബുൽ അഅല മൗദൂദിയാണ്. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം? ജനാധിപത്യ മതേതര രാജ്യത്തിന് യോജ്യമാണോ ജമാഅത്തിന്റെ സിദ്ധാന്തം? ഇഖാമത്തുദ്ദീൻ ജമാഅത്ത് വാദിച്ചു. മതരാഷ്ട്രവാദമാണ് ജമാഅത്ത് മുന്നോട്ട് വെച്ചത്. ഈ രാജ്യത്തെ ഭരണകൂടത്തെ അംഗീകരിക്കുന്നത് പോലും പാപമാണെന്ന് ജമാഅത്ത് മുഫ്തിമാര് വിധിയെഴുതി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത ചില പുതിയ വാദങ്ങളുമായി ഓം ശാന്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവും അത്യുന്നങ്ങളിൽ ദൈവത്തിന് സ്തുതിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും അല്ലാഹു അക്ബർ എന്ന മന്ത്രം ഉരുവിടുന്ന മുസ്ലിമും തോളോട് തോളുരുമി ജീവിക്കുന്ന ഇന്ത്യയിൽ വന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിമീങ്ങൾ അകന്നു നിൽക്കണമെന്ന് പറഞ്ഞ പണ്ഡിത സംഘടനയാണ് പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ നേതൃത്വം വഹിച്ചിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മഹാനരായ കണ്ണിയത്ത് ഉസ്താദ് നയിച്ചിരുന്ന മഹത്തായ സമസ്ത, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സമസ്ത ജമാഅത്തെ ഇസ്ലാമിയുമായി അകന്നു നിൽക്കണമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, 1953 5/3 നമ്മുടെ തൊട്ടടുത്ത പെരിന്തൽമണ്ണ കാര്യവട്ടത്ത് സമസ്തയുടെ ഉലമാക്കൾ യോഗം കൂടി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുമായി എങ്ങനെ പെരുമാറണമെന്ന് ആലോചനകൾക്ക് ശേഷം അവരെടുത്ത തീരുമാനങ്ങൾ സമസ്ത ചരിത്രത്തിൽ നമുക്ക് വായിക്കാനാകും. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പോഷക സംഘടനയായിരുന്നു സിമി എന്ന് പറയുന്ന സംഘടന. ഭോപ്പാൽ ജയിലിൽ നിന്ന് 8 പേര് ചാടി എന്ന് പറയുന്നു. ചാടിയതാണോ പോകാൻ സമ്മതിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. 8 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ്. അവർ സിമിയുടെ പ്രവർത്തകരാണെന്നാ പറയുന്നത്. ഈ സിമി കേരളത്തിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ നിരോധിത പ്രസ്ഥാനമാണ് സിമി. കേരളത്തിൽ സിമി ആരാണ് അതിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചിരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൽപ്പന്നമാണ് സിമി എന്ന് പറയുന്ന ഭീകര സംഘടന. അല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പിൽ സിമിക്ക് അഖിലേന്ത്യാ തലത്തിൽ ഒരു കമ്മിറ്റി നിലവിൽ വന്ന സാഹചര്യം, അന്ന് കേരളത്തിൽ നിന്ന് ആ മീറ്റിംഗിലേക്ക് പോയ വ്യക്തി ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നും ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പ് പറയുന്നുണ്ട്. ഇവരെയൊക്കെ കൂട്ടിയിട്ടാണോ മുത്തലാഖിന്റെ കാര്യത്തിലും ഏക സിവിൽ കോഡിന്റെ കാര്യത്തിലും AP അബൂബക്കർ മുസ്ലിയാരെയും പ്രസ്ഥാനത്തെയും അവഗണിച്ച് നിങ്ങൾ ഏത് ശരീഅത്ത് സംരക്ഷിക്കാനാ പോകുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങളുടെ കുറ്റമാണോ സഹോദരങ്ങളെ? ഇനി മുത്തലാഖിന്റെ കാഴ്ചപ്പാട്, 3 ത്വലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ 3ഉം പോകുമെന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതേ സമയത്ത് 3 ചാൻസുകളിലായി ഉപയോഗിക്കേണ്ട ഈ ത്വലാഖ്, അങ്ങനെയാണ് അതിന്റെ സൂക്ഷ്മത. അത് ഒരേ അവസരത്തിൽ ഉപയോഗിച്ചാൽ 3ഉം നഷ്ടപ്പെട്ടു പോകും. 3ഉം ചൊല്ലിയാലും ഒന്നേ പോകൂ എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ വാദം കൊണ്ടുവന്നത് ലോക ചരിത്രത്തിൽ ആദ്യം ഷിയാക്കളാണ്. അതിനുശേഷം ഈ വാദം പൊടി തട്ടിയെടുത്തത് ഇബ്നു തൈമിയ എന്ന് പറയുന്ന പുത്തൻവാദിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി മീറ്റിംഗ് വിളിച്ചു ചേർത്തപ്പോ പല സംഘടനകളുടെയും പ്രതിനിധികൾ അതിൽ പങ്കെടുത്തല്ലോ. അതിൽ വിളിച്ചു ചേർത്തവർ ചോദിക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാട് 3ഉം ചൊല്ലിയാല് 3ഉം പോകുന്നാണോ ഒന്നേ പോകുന്നാണോ? അവര് നിങ്ങളോട് പറഞ്ഞു തരും അത് ഒന്നേ പോകുന്നു. പിന്നെന്തിനാ സഹോദര നമ്മള് ഇതിനെതിരെ ഇവരെ കൂട്ടിപ്പോകുന്നത്? ഇവരാ വാദത്തിൽ കക്ഷി ചേരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള മുസ്ലിം ജമാഅത്ത് വേറിട്ടു തന്നെ ശരീഅത്ത് സംരക്ഷണവുമായി ഇവിടെ മുന്നോട്ട് പോകുന്നത്. അത് ഈ നാട്ടിലെ രാഷ്ട്രീയം മറന്ന്
അഹ്ലുസുന്നയെ ആദർശമായി സ്വീകരിക്കുന്ന ആളുകൾ പുതിയ സാഹചര്യത്തിൽ ഏക സിവിൽ കോഡ്, മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങളിൽ മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ ഇന്നാട്ടിലെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അടുത്ത മാസം 11-ന് ശരീഅത്ത് കൗൺസിൽ ഡൽഹിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ അത്യാവശ്യമായ കാര്യങ്ങളിൽ, ആവശ്യമായ സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബഹുജന പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിച്ചേരുകയാണ്. സംസ്ഥാന കാര്യദർശി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സമസ്തയുടെ സമുന്നതനായ അധ്യക്ഷൻ, അനവധി ആലിമീങ്ങളുടെ അഭിവന്യ ഗുരു റഈസുൽ ഉലമ ശൈഖുന ഈ സുലൈമാൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള സാദാത്തുക്കളുടെ, ഉലമാക്കളുടെ സാരോപദേശങ്ങൾക്ക് കാതുകൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളന നഗരി ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമാധാന പ്രേമികളായ വിശ്വാസികൾ ഈ നഗരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹത്തായ ഈ പ്രസ്ഥാനത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. എ പി അബൂബക്കർ മുസ്ലിയാരെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നു. പക്ഷേ കിഴക്കല്ല പടിഞ്ഞാറെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്നതുകൊണ്ട് തന്നെ ആരുടെയും പുട്ട് ആ കാര്യത്തിൽ വേവാൻ പോകുന്നില്ല. കാരണം എ പി അബൂബക്കർ മുസ്ലിയാരെ കേരളത്തിലെ ജനങ്ങൾ വായിച്ചത് ഉസ്താദിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്, കേട്ടുകേൾവിയിലൂടെയല്ല ശൈഖുന ഉസ്താദ് അവറുകളെ നമ്മൾ പരിചയപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട ശൈഖുന എ പി ഉസ്താദ് അവറുകൾക്ക് ഉസ്താദ് അവറുകളെ തേടിയെത്തിയ അവാർഡുകൾ മതി ഉസ്താദിന്റെ ജനാംഗീകാരം എന്താണ് എന്നതിന് വ്യക്തമായ തെളിവാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആ കാര്യങ്ങൾ. കോലാലംപൂരിൽ പുട്ട വേൾഡ് ട്രേഡ് സെന്റർ, അതിൻ്റെ അകത്ത് വെച്ച് ഈ അടുത്ത കാലത്താണ് മലേഷ്യ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര മാഗസിൻ OIC ടുഡേ എന്ന് പറയുന്ന മാഗസിൻ, ആ മാഗസിൻ കഴിഞ്ഞ 2011 മുതൽ അവാർഡ് കൊടുത്തു വരുന്നുണ്ട്. കഴിഞ്ഞ അവാർഡിനെ സെലക്ട് ചെയ്തപ്പോൾ അവർ അവാർഡ് കൊടുക്കാൻ അർഹനായി കണ്ടെത്തിയ വ്യക്തിത്വം ഈ നഗരിയിലേക്ക് കടന്നു വരാൻ പോകുന്ന, നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭാരത മുസൽമാന്റെ അവസാന വാക്ക് ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കായിരുന്നു. എന്തിനാണ് ആ അവാർഡ് ഉസ്താദിന് കൊടുത്തത്? ദ ജൽസ് ഓഫ് മുസ്ലിം വേൾഡ് ബിസ് അവാർഡ് എന്ന് പറയുന്ന അവാർഡ്. ആ അവാർഡ് ശൈഖുനായ തേടിയെത്തിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം സമാധാനപൂർണമായി ആളുകളിൽ എത്തിക്കുന്നു എന്നതാണ്. ദിശണാപരമായി ലോകത്തെ സ്വാധീനിച്ച മഹാവ്യക്തിത്വങ്ങളിൽ അത്ഭുത വ്യക്തിത്വത്തിന്റെ ഉടമയായി എ പി ഉസ്താദിനെ കണ്ടെത്തിയതുകൊണ്ടാണ് മലേഷ്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ജൗഹരി അബ്ദുൽ ഗനി കഴിഞ്ഞ അവാർഡ് ശൈഖുന എ പി ഉസ്താദ് അവർക്ക് നൽകിയത്. അതേപോലെ ഈ അടുത്ത് ജോർദാനിലെ അമ്മാൻ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദി റോയൽ ആലുൽ ബൈത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് തോട്ട് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പണ്ഡിത സമ്മേളനം, 35 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. 3 ദിവസമാണ് ആ സമ്മേളനം നീണ്ടുനിന്നത്. പ്രവാചക ജീവിതത്തിന്റെ ചരിത്ര ആഖ്യാനങ്ങൾ എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സഹോദരങ്ങളെ, നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിം പണ്ഡിതൻ ആ സമ്മേളനത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് ജോർദാനിലെത്തി. ആരായിരുന്നു അത്? കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ആയിരക്കണക്കിന്
അനാഥ അഗതികളുടെ അത്താണി ഗുജറാത്തിലും ആസാമിലും ബോംബെയിലും ഡൽഹിയിലും തമിഴ്നാടിലും കർണാടകയിലും വെടിയൊച്ചകൾ നിലക്കാത്ത കാശ്മീരിലും ഇന്ത്യയുടെ വിവിധ ദിക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും നടത്തി ലോക നേതാക്കളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം എ പി ഉസ്താദ് അവറുകളായിരുന്നു ആ പ്രബന്ധം അവതരിപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നത്. ഉസ്താദ് അവതരിപ്പിച്ച പ്രബന്ധം നബി ചരിത്രത്തിലെ സവിശേഷ ദിനങ്ങളും പ്രാധാന്യങ്ങളും എന്നുള്ള പ്രമേയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് ശൈഖുന എ പി ഉസ്താദ് അവറുകൾ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്, പ്രബന്ധം അവതരിപ്പിച്ചിട്ടുള്ളത്. എ പി അബൂബക്കർ മുസ്ലിയാർ ആരാണെന്നറിയാതെ മണ്ണാർക്കാട് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാടിന്റെ ദിക്കുഭാഗങ്ങളിൽ നിന്ന് പാവം കുറെ മുസ്ലിം സഹോദരങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങോട്ട് ആരുടെയോ പ്രേരണ മൂലം ഒഴുകിയെത്തി. അവരുടെ കൈകളിൽ ഒരുപാട് കോലങ്ങൾ ഉണ്ടായിരുന്നു. അവര് അതേപോലെ പ്രതീകാത്മകമായ രീതിയിൽ മയ്യത്ത് നിസ്കരിക്കുക പോലും ചെയ്തു. സഹോദര, കേരള മുസ്ലിം ജമാഅത്തിന് നിങ്ങളോട് സഹതാപം മാത്രം, സഹതാപം മാത്രം. കാരണം നിങ്ങൾക്ക് ഒരു ഉലമാ പണ്ഡിത സംഘടനയുണ്ടെങ്കിൽ ആ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളോടെങ്കിലും ചോദിക്ക്, കോലം കെട്ടലും കോലം കത്തിക്കലും ഇസ്ലാമിക വീക്ഷണത്തിൽ എന്താണ് എന്ന്. നിങ്ങൾ കാണൂ, മണ്ണാർക്കാട് ടൗണ് ബഹളങ്ങളില്ല, വഴക്കുകളില്ല, വക്കാണങ്ങളില്ല, ഒച്ചപ്പാടുകളില്ല, തെറിവിളികളില്ല, കൂക്കുവിളികളില്ല. ഒരാളുടെയും കോലം കെട്ടാൻ നമ്മളില്ല, ഒരാളുടെയും കോലം കത്തിക്കാൻ നമ്മളില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബി അങ്ങ് ചോദിക്ക്, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അല്ല, അറിവുള്ളവർ ഇങ്ങനെയാണ്. അച്ചടക്കത്തിന്റെ സമ്മേളനം ഇത് മാനവരക്ഷാ സമ്മേളനമാണ്. സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും സാരോപദേശങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമുക്ക് വേറെ ലക്ഷ്യങ്ങളില്ല, നമുക്ക് വേറെ മറ്റ് ഉദ്ദേശങ്ങളില്ല. ഇത് അച്ചടക്കത്തിന്റെ സമ്മേളനം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സൗകര്യം സഹോദരങ്ങളെ, നമ്മുടെ നേതാക്കളെല്ലാം നമ്മുടെ പരിസരത്ത് എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘ ആയുസ് പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിലായി അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. വളരെ സുപ്രധാനമായ ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമുക്കറിയാം ഈ മഹത്തായ സമ്മേളനം വലിയ പ്രചരണ കോലാഹലങ്ങളില്ലാതെ നടത്തുന്ന ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും പരമാവധി സഹകരിക്കണം. സൗകര്യങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി സഹകരിക്കണം. വാഹനങ്ങൾക്ക് ബ്ലോക്ക് ആവാതിരിക്കാൻ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരോടെല്ലാം ഖമറുൽ ഉലമയുടെ മക്കൾ സഹകരിക്കണം. ഷെയ്ഖുന നമ്മെ പഠിപ്പിച്ചത് അതാണ്. വളണ്ടിയർമാർ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ സഹകരിക്കണം. മഗ്‌രിബിന് അടുത്ത സമയമായി തുടങ്ങി. മഗ്‌രിബ് നിസ്കാര ശേഷമാണ് ഈ നഗരിയിലെ പരിപാടികൾ തുടങ്ങുന്നത്. എല്ലാവർക്കും വുളൂ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. തൊട്ടടുത്ത് നെല്ലിപ്പുഴയുടെ ഭാഗത്ത് ഒരു ജുമാഅത്ത് പള്ളിയുണ്ട്. അതേപോലെ ആശുപത്രിപ്പടിയിൽ മറ്റൊരു ജുമാഅത്ത് പള്ളിയുണ്ട്. വീണ്ടും കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയാൽ സൗകര്യപ്പെടുന്ന പള്ളികൾ വേറെയുണ്ട്. സുന്നി പള്ളികൾ മാത്രം ഉപയോഗിക്കുക. നമ്മൾ അങ്ങനെ ഉപയോഗിക്കൂ എന്നും നമുക്കറിയാം. ആരും പള്ളികൾ മാറി കയറി പോകരുത്. സുന്നി പള്ളികൾ മാത്രം ഉപയോഗിക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെ എല്ലാവർക്കും നിസ്കരിക്കുവാനുള്ള സൗകര്യമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. പള്ളിയാണല്ലോ നിസ്കരിക്കാൻ ഉത്തമം. അതുകൊണ്ട് വിശ്വാസികൾ പള്ളിയെ സെലക്ട് ചെയ്യുമെന്നറിയാം. ഇനി വല്ലവർക്കും അസൗകര്യപ്പെടുന്ന പക്ഷം അവസാന സമയങ്ങളിൽ അല്പം പേർക്ക് മാത്രം വുളൂ ചെയ്യാനുള്ള വെള്ളം മാത്രമേ ഇവിടെ കരുതി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട്
നിങ്ങളെല്ലാവരും ഉളു ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സദസ്സിൽ നിന്ന് എണീക്കാം. പള്ളികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ നെല്ലിപ്പുഴയിൽ പള്ളിയുണ്ട്, അതേപോലെ ആശുപത്രിപ്പടിയിൽ പള്ളിയുണ്ട്. പരമാവധി എല്ലാ സഹോദരങ്ങളും പള്ളികളിലേക്ക് നീങ്ങുക. ഇൻഷാ അല്ലാഹ് പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ പ്രത്യേകിച്ച് വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന ശക്തമായ ആക്ഷേപം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാരത മുസൽമാന്റെ അവസാന വാക്ക് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന് പുതിയ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുജനങ്ങളോട്, മാധ്യമപ്രവർത്തകരോട്, നമ്മുടെ രാജ്യത്തെ നീതിപീഠങ്ങളോട്, നിയമപാലകരോട്, ഭരണകൂടങ്ങളോട് കാന്തപുരം ഉസ്താദിന് പറയാനുള്ളത് എന്താണ് എന്ന് കാതോർക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ സമ്മേളനം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും മഗ്‌രിബ് നിസ്കാരത്തിന് ഏതാണ്ട് സമയമായി തുടങ്ങി. ഇൻഷാ അല്ലാഹ് പള്ളികളിലേക്ക് സഹോദരങ്ങൾ നടക്കണമെന്ന്, പ്രത്യേകിച്ച് നടന്നു നീങ്ങണമെന്ന് അറിയിക്കുകയാണ്. വോളണ്ടിയർമാരോട് എല്ലാ അർത്ഥത്തിലും നിങ്ങളൊക്കെ സഹകരിക്കുകയും ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞു വന്ന് നമ്മുടെ സദസ്സ് പ്രൗഢമാക്കുക. നമ്മുടെ നേതാക്കളെല്ലാം നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെയും അല്പസമയത്തിനകം നമ്മുടെ വേദിയിലേക്ക് എത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ മജ്‌ലിസൊക്കെ ഇവിടെ നടക്കാനുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, മഴയില്ലാതെ വിഷമിക്കുന്ന നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട്. എല്ലാം ഉടയ തമ്പുരാനോട് സമർപ്പിക്കാൻ കൂടിയുള്ള ഒരാത്മീയ വേദി കൂടെയാണ് സത്യത്തിൽ ഈ മാനവരക്ഷാ സമ്മേളനത്തിന്റെ ഈ സദസ്സ്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അർഹമുർ റഹീമീനായ റബ്ബ് ഈ മഹത്തായ സമ്മേളനത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പ്രവർത്തകന്മാരുണ്ട്. ഇതിനു വേണ്ടി ഊണും ഉറക്കുമൊഴിച്ച വോളണ്ടിയർമാരായി സേവനം ചെയ്തവരുണ്ട്. ഇപ്പോഴും കർമ്മനിരതരായി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളോട് സഹകരിച്ച, പരസ്യം തന്നും മറ്റുമൊക്കെ സഹകരിച്ച അനവധി സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന ഈ പുതിയ സാഹചര്യത്തിലും നമ്മുടെ ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഈ മഹത്തായ പരിപാടിയെ സഹായിച്ചവരുണ്ട്. സഹോദരങ്ങളെ, എല്ലാവർക്കുമുള്ള കൃതജ്ഞത വാക്കുകളിലല്ല, സാദാത്തുക്കളുടെ, ഉലമാക്കളുടെ, മുതഅല്ലിമീങ്ങളുടെ, ഉമറാക്കളുടെ, നിഷ്കളങ്കരായ വിശ്വാസി സഹോദരങ്ങളുടെ മനസ്സിൽ നിന്ന് പൊട്ടി വരുന്ന ആമീൻ നിങ്ങൾക്ക് കൂടെയുണ്ടായിരിക്കുമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമേ എല്ലാവരും പോകാവൂ എന്നും ഓർമ്മപ്പെടുത്തി മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി തൽക്കാലം നിർത്തിവെക്കുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നഗരി ഉണരും. അർഹമുർ റഹീമീനായ റബ്ബ് അല്ലാഹു നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി നടത്താൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.